നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് UDF പ്രവേശനം വേണമെന്ന് PV അൻവർ. നേതാക്കൾ വൈകാതെ ചർച്ച നടത്തുമെന്നാണ് പ്രതീക്ഷയെന്നും ആർക്കാണ് വിജയസാധ്യതയെന്ന് UDF നേതാക്കളെ അറിയിച്ചിട്ടുണ്ടെന്നും അൻവർ പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് UDF പ്രവേശനം സാധ്യമായില്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പിന്നീട് ആലോചിക്കേണ്ടി വരുമെന്നും PV അൻവർ പറഞ്ഞു. ഇതോടെ UDFന് ഭീഷണിയുടെ സ്വരത്തിൽ താക്കീത് നൽകുകയാണ് അൻവർ. മലപ്പുറത്ത് ആര്യാടൻ ഷൗക്കത്തോ VS ജോയിയോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാൽ പിന്തുണയ്ക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീരുമാനം പറയാൻ പറ്റില്ലെന്നും PV അൻവർ പറഞ്ഞു. പിണറായിക്കെതിരെയുള്ള പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ ശക്തി പകരേണ്ട ഘടകങ്ങളെ യോജിപ്പിക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ പിണറായിയെ തകർക്കാൻ കഴിയുകയുള്ളൂ എന്നും PV അൻവർ പറഞ്ഞു. അതിനായി UDF മുന്നണി പ്രവേശനം സാധ്യമാക്കേണ്ടതുണ്ട്. UDF പ്രവേശനം ഉറപ്പായാൽ കൂടുതൽ പേർ ഒപ്പം വരും. അത്തരത്തിൽ കൂട്ടായ പ്രവർത്തനം നടത്താനാകും. തെരഞ്ഞെടുപ്പിന് മുമ്പ് UDF പ്രവേശനം വേണം. ആർക്കാണ് വിജയസാധ്യതയെന്ന് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് UDFന്റെ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തടസ്സം എന്താണെന്നത് ഉത്തരവാദിത്തപ്പെട്ടവരാണ് പറയേണ്ടത്. ആത്യന്തികമായി ലക്ഷ്യം പിണറായിസത്തെ തകർക്കലാണ്. പിണറായിസത്തെ തകർക്കാനാണ് ഇത്രയും റിസ്ക് എടുത്ത് താൻ MLA സ്ഥാനം രാജിവെച്ചത്. കേരളത്തിലെ ജനവികാരം പിണറായിക്കെതിരെയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നയാളാണ് താൻ. അത് തെളിയിക്കാനുള്ള ബാധ്യത UDFനുണ്ട്. പിണറായി വീണ്ടും അധികാരത്തിലെത്തുമോ എന്ന ചിന്ത ജനങ്ങൾക്കുണ്ട്. LDF ഉണ്ടാക്കുന്ന ഈ ഒരു പ്രതീതിയെ ഇല്ലാതാക്കാനുള്ള പോരാട്ടമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകേണ്ടത്. താൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിലാണ്, അല്ലാതെ 2026 നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണെന്നും അൻവർ പറഞ്ഞു. അതേസമയം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDFൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ VS ജോയിയുടെ പേരുകളാണ് ചർച്ചകളിലെത്തിയത്. കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ നടന്ന കൂടിയാലോചനകളിൽ ആര്യാടൻ ഷൗക്കത്തിനെയാണ് കൂടുതൽ പേർ പിന്തുണച്ചതെന്നാണ് വിവരം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് K സുധാകരൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയവരായിരുന്നു ചർച്ചയിൽ പങ്കെടുത്തത്. ആര്യാടൻ മുഹമ്മദിന്റെ മകന് മണ്ഡലത്തിലെ പരിചയവും മുമ്പ് മത്സരിച്ച അനുഭവം കണക്കിലെടുത്ത് അവസരം നൽകുന്നതാണ് ഉചിതമെന്ന അഭിപ്രായമാണ് മുൻകൈ നേടിയത്. VS ജോയി ചെറുപ്പമായതിനാൽ ഇനിയും അവസരങ്ങൾ കിട്ടുമെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. മുനമ്പം വിഷയത്തിൽ ക്രൈസ്തവ സഭകളുമായി അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്ന പഞ്ചായത്തിൽ ജോയിക്ക് അവസരം നൽകണമെന്നും ചിലർ അഭിപ്രായപ്പെട്ടു. പൊതുവെ നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണെന്ന് യോഗം വിലയിരുത്തി. നിലമ്പൂരിൽ PV അൻവറിന്റെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് VD സതീശൻ പറഞ്ഞു. ആര്യാടൻ മുഹമ്മദ് 34 വർഷം MLA ആയിരുന്ന നിലമ്പൂരിൽ ആര്യാടൻ മത്സരത്തിൽ നിന്ന് മാറിയ 2016 മകൻ ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തിയാണ് PV അൻവർ ഇടത് സ്വതന്ത്രനായി നിയമസഭയിലെത്തിയത്. നാടകീയമായി മടങ്ങിയെത്തിയാണ് 2021 വീണ്ടും ഇടത് സ്വതന്ത്രനായത്. അന്ന് ആര്യാടൻ ഷൗക്കത്തിന് പകരം DCC പ്രസിഡന്റ് VV പ്രകാശിനെയാണ് കോൺഗ്രസ് മത്സരിപ്പിച്ചത്. DCC പ്രസിഡന്റ് സ്ഥാനം ആര്യാടൻ ഷൗക്കത്തിന് നൽകുകയും ചെയ്തു. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ആര്യാടൻ ഷൗക്കത്തിനെ മാറ്റി DCC പ്രസിഡന്റ് സ്ഥാനം VV പ്രകാശിന് തന്നെ നൽകി. വോട്ടെണ്ണലിന്റെ തലേ ദിവസം ഹൃദയാഘാതത്തെ തുടർന്ന് VV പ്രകാശ് മരണപ്പെടുകയായിരുന്നു. 2021 2700 വോട്ടുകൾക്കാണ് അൻവർ വിജയിച്ചത്. കോൺഗ്രസ് പുനഃസംഘടന വന്നപ്പോൾ ഷൗക്കത്തിനെ വെട്ടി A ഗ്രൂപ്പുകാരനായ VS ജോയി മറുകണ്ഠം ചാടിയാണ് മലപ്പുറം DCC പ്രസിഡന്റായത്. അൻവറിന്റെ നിയമലംഘനങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം മൗനം പാലിച്ചപ്പോഴും ശക്തമായി പ്രതികരിച്ചിരുന്നത് ആര്യാടൻ ഷൗക്കത്താണ്. 2019 പ്രളയത്തിൽ നിലമ്പൂർ മേഖലയിലെ വനത്തിനുള്ളിൽ താമസിക്കുന്ന 300-ലേറെ ആദിവാസി കുടുംബങ്ങൾ വീട് നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടിരുന്നു. 5 വർഷമായിട്ടും ഇവരുടെ പുനരധിവാസം എങ്ങുമെത്താതായതോടെ ആര്യാടൻ ഷൗക്കത്തും വാണിയമ്പുഴ കോളനിയിലെ സുധാ വാണിയമ്പുഴയുമാണ് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകിയത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് വനത്തിനുള്ളിലെ ആദിവാസി കുടുംബങ്ങൾക്ക് ആവശ്യമായ ബയോ ടോയ്ലറ്റ് സൗകര്യവും കുടിവെള്ളവും അടക്കം എത്തിച്ചത്. കഴിഞ്ഞ 9 വർഷമായി വന്യജീവി സംഘർഷങ്ങളിൽ കർഷക പ്രക്ഷോഭങ്ങളിലൊന്നും MLA ആയ അൻവറിനെ കണ്ടില്ലെന്ന രൂക്ഷ വിമർശനവും ഷൗക്കത്ത് ഉയർത്തിയിരുന്നു. ഇതോടെയാണ് നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയായി ഷൗക്കത്തിനെ തള്ളി ജോയിയെ നിർദ്ദേശിച്ച് അൻവർ രംഗത്തെത്തിയത്. ഷൗക്കത്ത് എവിടെയാണ്, അയാൾ കഥ എഴുതുകയാണെന്നായിരുന്നു അൻവറിന്റെ പരിഹാസം. ഷൗക്കത്ത് മത്സരിക്കുകയാണെങ്കിലും പിന്തുണ നൽകുമെന്ന് അൻവർ മയപ്പെടുത്തിയില്ലെങ്കിലും ഭൂരിപക്ഷം കുറയുമെന്ന് ഒളിയം പെയ്യുകയും ചെയ്തിരുന്നു.